അങ്ങനെ നമ്മൾ പെരുവൺമലയിലെത്തി. ഇനി നമുക്ക് കയറാം മുകളിലോട്ടേക്ക്. അങ്ങനെ ഞാൻ പുതിയൊരു യാത്രയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുവൺമല എന്നുള്ളൊരു സ്പോട്ടിലാണ്. ഇത് ശരിക്കും ഒരു ശിവക്ഷേത്രമാണ്. അപ്പോൾ ആ ശിവക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു നല്ല വ്യൂവും ലാൻഡ്സ്കേപ്പും ഒക്കെ ആണെന്ന് ഞാൻ കുറേ ഫോട്ടോസിലും ഒക്കെ കണ്ടായിരുന്നു. അങ്ങനെ അത് തപ്പി ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്ന റൂട്ടിൽ നേരെ വരിക. അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഒരു 15 കിലോമീറ്ററോളം കഴിയുമ്പോഴത്തേനും ഒരു റൈറ്റ് ഉണ്ട്. അവിടുന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കുള്ള വഴിയാണ്. അതുവരെ നല്ല സ്മൂത്ത് റോഡാണ്, ഹൈവേ കൂടെയൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി പെരുവൺമലയുടെ എൻട്രൻസ് ആണ് ആ കാണുന്നത്. ഞാൻ മുകളിലോട്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം മുകളിൽ എന്താണ് കാണാനുള്ളതെന്ന്. ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു ഇതൊരു ശിവക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ സൂചകമായിട്ട് തന്നെ നമുക്കൊരു മണി തന്നെ അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു കൈവരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇച്ചിരി കുന്നാണല്ലോ, അപ്പം കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിലും കയറാനായിട്ട് സുഖമാണെന്ന് തോന്നുന്നു അവിടെ മുതൽ. ഞാൻ അവിടെ എത്തിയിട്ടില്ല, നമുക്ക് പോകാം. വരുന്നത് ഞാൻ നിങ്ങളെ ഫസ്റ്റേ കാണിച്ചപ്പോൾ എൻട്രൻസിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റിലൂടെ നമുക്ക് ആൾക്കാർക്കൊക്കെ എൻ്റർ ചെയ്ത് വരാൻ പറ്റും. അതുപോലെ സൈക്കിൾ ഉള്ളവർക്ക് സൈക്കിള് ഇങ്ങോട്ടേക്ക് കയറ്റാനും പറ്റും. സൈക്ലിംഗ് ഒക്കെ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെയൊക്കെ ആണെങ്കിലും സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റും. മുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. 2 വീലേഴ്സിനോ വേറെ വണ്ടിക്കൊന്നും കയറാൻ പറ്റില്ല. സൈക്കിൾ ആകുമ്പോൾ നമുക്ക് എടുത്താണെങ്കിലും കയറ്റി കൊണ്ട് വരാമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഓൾറെഡി നിങ്ങളോട് താഴേനെ പറഞ്ഞു സൈക്ലിങ്ങാരൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഇതെന്നുള്ളത്. അതിൻ്റെ പ്രൂഫാണിതാ. ഇപ്പം തന്നെ ഉച്ചയ്ക്കാണ് എങ്കിൽ കൂടി സൈക്ലിങ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ തണലേരിയ ഉണ്ട് കേട്ടോ. കുറേ ഉച്ചയ്ക്ക് വന്നാൽ പോലും കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ ഭയങ്കര വെയിലത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കണ്ടോ, നല്ലൊരു തണലേരിയാണ്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം. കുറേ നേരം ഇരിക്കാനായിട്ടും റിലാക്സ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ എൻട്രൻസും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും.
അപ്പോൾ ഇതാ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ ഇത്, അതും ഒരു ആൽമരവും മാവും കൂടെ ഉള്ള ഒരു മിക്സാണ് ഇത്. കാരണം മാവിൻ്റെ ഇലയും കാണാൻ പറ്റുന്നുണ്ട്, ആലിൻ്റെ ഇലയും ഉണ്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര ഫോട്ടോജനിക് സ്പോട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പെരുവൺമല എന്ന് പറഞ്ഞാൽ. എവിടെ നിന്ന് എടുത്താലും നല്ല ഫോട്ടോ ഫ്രെയിംസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഷൂട്ട്സിനൊക്കെ ഒരു പെർഫെക്റ്റ് സ്പോട്ട് കൂടെയാണ് ഈ പെരുവൺമല. വെയിലുണ്ട് എങ്കിൽ കൂടെ ഇവിടെ നല്ല തണലാണ് കേട്ടോ, നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ട് ഇതാ അമ്പലം. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കാണും, അപ്പോൾ അത് കയറി ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നൈസാണ്. ഇതാ സൈക്ലിങ്ങിൻ്റെ ഇവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുവാണ്, ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുവാണ്. വൈകുന്നേരവും രാവിലെയൊക്കെയാണ് ഇവിടെ കുറേ ആൾക്കാർ വരുന്നത്. ഇപ്പം അധികം അങ്ങനെ ആൾക്കാരില്ല, അതുകൊണ്ട് നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ട്. നൈസ്. Every time we say goodbye, they all see that it's a lie. 'Cause we always give it one last try. Yeah, you've watched me break 1,000 times. Now I'm all alone, 'cause you never show. You say you will, but then you don't. That's how it goes. Don't wanna know. I'm turning off my mind so I get by. I just wanna be happy, happy tonight. ഇതാണ് ഈ അമ്പലത്തിൻ്റെ മുൻവശം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചുറ്റി, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ ഇരുന്ന ആ ഒരു ആൽമരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം പ്രത്യേകം ഇവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ചൂടും വെയിലും ഒക്കെ ആയിരിക്കും. ലൈക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ആ ഒരു സമയം ഒഴിച്ചാൽ ബാക്കിയെല്ലാ സമയം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നിങ്ങൾക്ക് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് കരുതിയില്ലെങ്കിൽ പിന്നെ പെട്ടുപോകും. കാരണം ഇവിടെ എങ്ങും അടുത്തൊന്നും പിന്നെ കടകളോ ഒന്നും കാണത്തില്ലല്ലോ, ഒബ്വിയസ്ലി ഇത്രയും മുകളിലാണ് ഇത് ഉള്ളത്. അതുപോലെ ഇവിടെ ആണെങ്കിലും ടാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ കുറേ നോക്കി, ഞങ്ങൾക്ക് ഒരു ബോട്ടിലും ഞാൻ ഓൾറെഡി കരുതിയായിരുന്നു, പക്ഷേ അത് നമുക്ക് ഒരുപാട് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ അതും പോരാതെ വരും. അപ്പം അതൊക്കെ നിങ്ങൾ കരുതിയിട്ട് വേണം വരാനായിട്ട്. എന്തെങ്കിലും സ്നാക്സ് എടുക്കുവാണെങ്കിലും ബെറ്ററാണ്. കുറേ നേരം ഇരിക്കുമ്പോൾ സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പം അത് മെയിനായിട്ടും നിങ്ങൾ കരുതേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിലോട്ടേക്ക് വരാനായിട്ട് വേറൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഇതാ ഈ കാണുന്നത്. ഇതാ കുറേ പേരൊക്കെ ഇപ്പോൾ മോസ്റ്റ്ലി ഞങ്ങളിവിടെ നിന്നപ്പോൾ വന്നവരൊക്കെ ഇതാ ഈ വഴിയാണ് വന്നത്. ഞങ്ങൾ വന്നത് ആ മെയിൻ അവിടെ ആ ഗേറ്റിൻ്റെ, അതായത് അമ്പലത്തിൻ്റെ എൻട്രൻസ് വഴിയാണ് വന്നത്. അതല്ലാതെ പിൻവശത്തൂടുള്ള വഴിയാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഗൂഗിൾ മാപ്പിൽ കൂടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വഴിയായിരിക്കും ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് ആ ഫ്രണ്ട് വഴി വന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് വഴി കൂടെ ആണെങ്കിലും വരാൻ പറ്റും. നല്ല കാറ്റാണ്, ഭയങ്കര ഹെവി കാറ്റാണ് ഇവിടെ നിന്ന്, നല്ല സുഖമാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം. Wrong to say I wouldn't change a thing, 'cause in the story of our lives, the best of times through color glass. നമുക്ക് തിരിച്ചു പോകാം, വന്ന വഴി തന്നെ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇതാണ് പെരുവൺമല അമ്പലം. ഇതിൻ്റെ ചുറ്റുപാടുമാണ് നമ്മളിപ്പം ഫുള്ളി ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്തത്. സോ നമുക്കിനി തിരിച്ച് താഴോട്ടേക്ക് പോകാം. അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിലും ഇല്ലേ, ഞാൻ പ്രിഫർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിരിക്കും ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. കാരണം ഒരു സൺസെറ്റ് ടൈം ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെയിലൊക്കെ താന്ന് കഴിയുമ്പോൾ നല്ലതായിരിക്കും. ഈ സമയമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നൈസാണ്. പിന്നെ രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഈവനിങ് ആയിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് എന്നാണ് എനിക്കൊരു തോന്നൽ.
എനിവേസ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരു പെർഫെക്റ്റ് ഫാമിലി ഔട്ടിങ്ങിനൊക്കെ ഒരു പറ്റിയ സ്പോട്ട് തന്നെയാണ് ഈ പെരുവൺമല. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഔട്ടിങ്, ഒരു 1 ഡേ ട്രിപ്പൊക്കെ തൃശ്ശൂർ ഏരിയയിലോ അല്ല എറണാകുളം ഏരിയയിലൊക്കെ ഉള്ളവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു സ്പോട്ടാണ് പെരുവൺമല. പെരുവൺമലയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഞാൻ പറയുവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ബെല്ലൂടൊന്ന് അടിച്ചേക്കണം. ഓക്കെ.